അച്ഛനെ വിളിക്കാൻ എന്താ വരാത്തത്? മോനെ, മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. കടുത്ത പനിയും തലവേദനയും ഛർദിയും ഒക്കെയുണ്ട്. കുട്ടികളെ, മലമ്പനി അപകടം പിടിച്ചൊരു രോഗമാണ്. അത് അനോഫിലിസ് പെൺകൊതുകിന്റെ കടി കാരണം വരുന്നതാണ്. കുളിരിനൊപ്പം വിറയൽ, കടുത്ത പനി, തലവേദന, ഛർദി എന്നീ ലക്ഷണങ്ങൾ ആരിലെങ്കിലും കണ്ടാൽ രക്തപരിശോധനയും ചികിത്സയും ആവശ്യമാണ്. നമുക്കുടനെ ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകണം. മലേറിയയുടെ ലക്ഷണം കണ്ടാൽ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി സൗജന്യ പരിശോധനയും പൂർണ്ണ ചികിത്സയും ചെയ്യിക്കണം. ഇത് ഞങ്ങളുടെ ദൃഢസങ്കല്പം. ഭാരതത്തെ മലേറിയ വിമുക്തമാക്കണം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं। अब कैसी भी आपदा हमारी फसल पे आ जाए, क्षति होने पर हमारे दावों का उचित भुगतान मिलता है, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी किया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു വരുമ്പോൾ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ അനിവാര്യതയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രകൃതിയും മനുഷ്യനും കൃഷിയും തമ്മിലുള്ള പാരസ്പര്യത്തെ പ്രകീർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ, കട്ടൂപ്പാറ, ചേലക്കാട് EK അബൂബക്കർ മാസ്റ്ററെ തേടിയാണ് നമ്മുടെ യാത്ര. പുൽത്തകിടി കൊണ്ട് വിരിച്ച ആരെയും ആകർഷിക്കുന്ന വീട്ടിൽ പച്ചപ്പ് നിറഞ്ഞ ജീവിത സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന മാസ്റ്ററും കുടുംബവും. കുടുംബസ്വത്തായി ലഭിച്ച കയറ്റിറക്കങ്ങളുള്ള ഭൂമി സംയോജിത കൃഷി രീതിയിലൂടെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് കൃഷിയിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എൻ്റെ ഉപ്പാക്ക് ഒരു 4 മക്കളാണുള്ളത്. ഞങ്ങൾ 4 ഞാൻ അധ്യാപകനാണ്. എൻ്റെ നടുവിലുള്ള ആൾ ബിസിനസ്സാണ്. എൻ്റെ പെങ്ങളും ചെറിയ കല്യാണം ചെയ്യുന്നത്. ചെറിയ അനിയനും മാഷാണ്, തിരുകടേശ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഉപ്പ പഠിപ്പിച്ച കൃഷി പാരമ്പര്യമായി തുടർന്ന് ചെയ്തു വരുന്നു. ഇപ്പോഴും നന്നായിട്ട് എല്ലാവരും തന്നെ കോഴിയാണെങ്കിലും താറാവാണെങ്കിലും മറ്റു കൃഷികളാണെങ്കിലും നെൽകൃഷി മുതൽ പിടിച്ച് പച്ചക്കറി എല്ലാം ചെയ്തു വരുന്നു. ഇതിലേക്ക് വരാനുള്ള ഒരു പ്രധാന വഴി എൻ്റെ കുടുംബം തന്നെയാണ്. പ്രഖ്യാതമായ മാനവ സംസ്കാരങ്ങളെല്ലാം കൃഷിയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കർഷകൻ. സംയോജിത കൃഷിയിലൂടെ സ്വയം പര്യാപ്തത എങ്ങനെ നേടാൻ കഴിയും? എത്ര ചെറിയ ആളുകൾക്കും സാമ്പത്തികമായി ഇല്ലാത്തവർക്കും ഉള്ളവർക്കും കുറച്ച് സ്ഥലമുള്ളവർക്കും ഒക്കെ ചെയ്യാവുന്ന ലളിതമായ അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ കൊണ്ട് കൃഷി എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അതിൻ്റെ ക്രിയേഷൻ എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ ഞാൻ ഡെമോ ചെയ്തിരിക്കുന്നത്. അതിൽ കോഴി ഉണ്ട്, 3-5 ഇനം താറാവുകളുണ്ട്, പിന്നെ പശു ഉണ്ട്. ഒരു പശു മതി. 20 ഏക്കർ പാരക്കൃഷി പറഞ്ഞതാണ്, അത് വളരെ സത്യമാണ്. അതേപോലെ പിന്നെ മറ്റു പക്ഷികളുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ ബയോഗ്യാസ് ഉണ്ട്.
അധ്യാപനം പോലെ ജൈവ പച്ചക്കറി കൃഷിയിൽ നന്മ വിളയിക്കുന്ന മാസ്റ്ററെ തേടി വിവിധ സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും കുട്ടികളുമടക്കം നിരവധി പേരെത്തിച്ചേരുന്നു. നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യം മൊത്തത്തിൽ കുറവായിരുന്നു. ഇപ്പം എനിക്കെന്താ അറിയില്ല, ഈ പാഠപദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വന്നോന്നൊന്നും അറിയില്ല. എന്തായാലും സർക്കാരും താല്പര്യം വല്ല ഇതുകൊണ്ട് പരിപോഷിച്ചുകൊണ്ട് കൃഷിയിൽ താല്പര്യം കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുവഴി തന്നെ ഇപ്പം എല്ലാ സ്കൂളുകാരും ഈ ക്ലാസ്സിൻ്റെ അകത്ത വിദ്യാഭ്യാസം എന്നല്ല, ചുമരുകൾക്കപ്പുറം എന്നുള്ള ഒരു ലേബലിലൂടെ നാട്ടറിവുണ്ടല്ലോ തേടി വരികയും അതോടൊപ്പം കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും എല്ലാം കണ്ട് കുട്ടികളിൽ വന്ന ഒരു മാറ്റം പ്രകടമായി ഇപ്പോൾ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു തലമുറയെ നമ്മൾ ഇതിലൂടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം ഇനി എൻ്റെ അടുത്ത് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും ഇപ്പോഴും പിള്ളേർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും അന്വേഷിക്കാനും വരാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ കൃത്യമായി മത്സ്യകൃഷിയും അതേപോലെ പച്ചക്കറി കൃഷിയൊക്കെ കൃത്യമായി ചെയ്യുന്ന എൻ്റെ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന തലമുറയൊക്കെ നന്നായിട്ട് ചെയ്യണവരും പലരും പല ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വെക്കാനൊക്കെ അന്വേഷിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാറ്റം പ്രകടമായി കാണുന്നുണ്ട്. മാഷെ ഞാൻ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സറിക്ക് ഒരു അപ്രൂവ്ഡ് നഴ്സറിക്ക് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അതിൻ്റെ ബാക്കി ഇപ്പോഴും തളിർ എന്ന പേരിൽ അദ്ദേഹം അത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ നഴ്സറിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിന് നമ്മൾ സർട്ടിഫിക്കേഷൻ എടുത്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള നഴ്സറി ആക്കിയിട്ട് കൊടുത്തു. ആ നഴ്സറിയിൽ നിന്നാണ് മാഷയുടെ അതിൻ്റെ മുന്നേ മാഷയുടെ വാപ്പയും ഒക്കെ ആയിട്ട് നല്ല കൃഷിയിൽ ഉള്ള ആൾക്കാരാണ്. അവിടെ നിന്നാണ് മാഷയുടെ ഒരു തുടക്കം എന്ന് പറയാം. അതിനുശേഷം പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ് മാഷക്കുള്ളത്. ഇപ്പോൾ ഈ തൊടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരുതരം പൂങ്കാവനമാക്കി മാറ്റിയിരിക്കുകയാണ്. സംയോജിത കൃഷിയുടെ ഏറ്റവും നല്ലൊരു മാതൃകയാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്തത് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ചിലവർക്ക് മാത്രമേ അതൊരു കലാപരമായൊരു കഴിവും കൂടി അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പിംഗ്, നാച്ചുറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രകൃതിയോടൊത്ത് ഇണങ്ങി പോകുന്ന തരത്തിൽ ഇവിടെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. സ്വയം പര്യാപ്തമായിട്ടൊരു മനുഷ്യനെ എങ്ങനെ ഇന്നത്തെ കാലത്ത് കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു മറുപടിയും ഒരു ഉദാഹരണവുമാണ് അബൂബക്കർ മാഷ് എന്ന് പറയുന്നത്. കാർഷിക വിളകൾക്കൊപ്പം പശു, കോഴി, മത്സ്യം, താറാവ് എന്നിവയെല്ലാം ചേർന്ന് സംയോജിത കൃഷി രീതി പിന്തുടർന്നുകൊണ്ട് തന്നെ തേടിയെത്തിയ വിദ്യാർത്ഥികൾക്ക് അവയെക്കുറിച്ചെല്ലാം അറിവ് പകർന്നു കൊടുക്കുന്ന മാസ്റ്റർ. അദ്ദേഹത്തെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു അധ്യാപകരുടെ ഇടയിലുള്ള കൃഷിക്കാരനും കൃഷിക്കാരുടെ ഇടയിലുള്ള അധ്യാപകനും എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം കൃഷി പ്രചരിപ്പിക്കാനും പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ ഇടയിലേക്ക് കൃഷി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം തുടക്കകാലം മുതലേ അധ്യാപകൻ എന്നുള്ളതിലേക്ക് തുടക്കകാലം മുതലേ വളരെ സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രംഗത്ത് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ഏതായാലും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സദാ കാണുന്ന ഈ നിറഞ്ഞ സ്നേഹം തുളുമ്പുന്ന പുഞ്ചിരി തന്നെയാണ് ഈ അരുമകളോടും ഈ സസ്യവൃക്ഷ തലാദികളോടും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പരിചരണവും വളവും ഒക്കെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് അദ്ദേഹം നമ്മളിലേക്കും അദ്ദേഹം സംഭരിക്കും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ നഴ്സറികളിലും ഒക്കെ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു സത്യമായിട്ടുള്ള ഒരു വലിയ സ്നേഹം. സ്വദേശികളും വിദേശികളുമായ ഫലവൃക്ഷങ്ങൾക്കൊപ്പം ഔഷധ സസ്യങ്ങളും തോട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നേരമ്പോളം പാടത്തായിരുന്നു, വയലിൽ, ഇവിടെ മെയിൻ റോഡിൽ. ഞങ്ങൾ വീട് കട്ടിപ്പാറ സെൻറ്ററിലാണ്, പഴയ വീട്, തറവാട്. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു, നേരമ്പോളം ഉണ്ടാവും പാടത്ത്. ആ ഓകലത്തുമ്മ വയലിൽ വെറും കൃഷി. വെള്ളം അധികമുള്ള കാലത്ത് വെള്ളം തട്ടി വിടാണ്, കുറവുള്ള കാലത്ത് വെള്ളം തിരിച്ചു വിടാൻ. നേരം നമുക്ക് കന്ന് വരുമ്പോൾ തന്നെ അങ്ങനെ വെറും കൃഷി, വേറെ ഒരു തൊഴിലും അന്ന് ആ കാലത്തില്ല. വിഷമടിച്ച പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ തടയാൻ ജൈവ കൃഷിക്കും അടുക്കള തോട്ടത്തിനും കഴിയുമെന്ന് കുട്ടികളെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു.
എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന കാലത്ത് ഞാൻ കണ്ടിരുന്ന കാഴ്ച എൻ്റെ വാപ്പയുടെ കൂടെ കന്നുപൂട്ടുന്ന, കൃഷിയിൽ ഒരുപാട് അധ്വാനിച്ച് ആ കാശ് കൊണ്ട് സ്കൂളിൽ പോയി ഈ നിലയിൽ എത്തിയ ആളാണ് അബൂബക്കർ മാഷ്. അന്നു മുതലേ കോഴിയും താറാവും ഒക്കെ ഞങ്ങൾ കൃഷി ചെയ്ത് വളർത്തിയിരുന്നു. ഇന്നും അതുപോലെ എല്ലാ പശുക്കളുണ്ട്, താറാവ്, കോഴി. ഞങ്ങൾക്ക് കഴിക്കേണ്ട പച്ചക്കറികളും മാംസവും സസ്യവും എല്ലാം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ പാരമ്പര്യം ഞങ്ങൾ എല്ലാ മക്കളും നിലനിർത്തേണ്ടത്. അനിയനായാലും ഞാനായാലും എൻ്റെ വീട്ടിലും കോഴിയും അതുപോലെ എല്ലാ കൃഷികളും പ്രാവും എല്ലാ ജീവിജാലങ്ങളും ഉണ്ട്. ഞങ്ങളതിനെ സ്നേഹിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന, അതിനെ ആദരിക്കുന്ന ഒരു കുടുംബമാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ഒഴിവാക്കി വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിക്ക് അദ്ദേഹം ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചു വരുന്നത്. കുറഞ്ഞ ചിലവിൽ മണ്ണിന്റെ സഹായമില്ലാതെ പോഷക സമ്പുഷ്ടമായ ജലം മാത്രം നൽകി കൃഷി ചെയ്യുന്ന അക്വാപോണിക്സ് കൃഷിരീതിയും ഇവിടെ നടത്തിവരുന്നു. ഇപ്പൊ എല്ലാവരും ഹൈടെക് രീതിയിലാണ് അക്വാപോണിക്സ് ശരിക്കും ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെ ഒരു യൂണിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ചിലവാക്കണം. അതിന് ഫിഷറീസിൻ്റെയും അല്ലെങ്കിൽ കൃഷിഭവൻ്റെ ഒക്കെ സഹായങ്ങളും നോക്കുന്നുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ മണ്ണിൽ കുഴി കുത്തി ഇവിടെയുള്ള വേസ്റ്റുകളെ കൊണ്ട് 4 ഓരം ബണ്ട്, ചാക്കിൽ മണ്ണ് നിറച്ച് 4 ഓരം ബഡ് കെട്ടി, പിന്നെ ഇവിടെയുള്ള വേസ്റ്റുകളെ കൊണ്ട് തന്നെ അതിനുള്ള ബഡുകൾ ഉണ്ടാക്കി, നെറ്റുകളൊക്കെ പഴയ നെറ്റുകളൊക്കെ ഉപയോഗിച്ച് എനിക്കൊരു 10,000 30,000 40,000 എല്ലാതും കൂടി ആയത് 50,000 രൂപ വരെ ചിലവുള്ളൂ. ഒരു 4 ലക്ഷം രൂപക്ക് ഉണ്ടാക്കേണ്ട ഒരു വലിയ അക്വാപോണിക്കിൻ്റെ എല്ലാവിധ ഗുണങ്ങളും, 1000-ലധികം മീനെ വളർത്താം, ഇത്രയും ബഡുകളിൽ പച്ചക്കറി ചെയ്യാം. ഇതിന് 2 ഈട് എനിക്ക് നന്ന സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്തു. കുട്ടികളിലേക്ക് ഈ കൃഷി സമ്പ്രദായം എത്തിക്കാൻ വളരെയധികം ഒരു ഗ്രൂപ്പ് തന്നെ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം കുട്ടികളിൽ കൃഷിബോധം വളർത്താൻ സഹായകമായിട്ടുണ്ട് ആ പദ്ധതി. അതുപോലെ ഇവിടെ മാഷ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും വന്നിരുന്നു. മാഷ് പറഞ്ഞ മാതിരി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഓരോ ഉൽപ്പന്നങ്ങളും എടുത്ത് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ നമുക്കതിൽ ഒരുപാട് ആവേശം ഉണ്ടായിരുന്നു. അതുപോലെ മത്സ്യകൃഷി ആണെങ്കിലും ഈ കൂട്ടുകൃഷി സമ്പ്രദായം എന്നുള്ളത് എനിക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ മാഷുമായി പരിചയപ്പെട്ടിട്ടാണ് കൂട്ടുകൃഷി സമ്പ്രദായത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിവരം കിട്ടിയിട്ടുള്ളത്. ഈ വിവരം എന്താ വെച്ചാൽ നമ്മൾ അട്ടപ്പാടി മറ്റ് പല യാത്രകളും മാഷുമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആ യാത്രകളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികളെന്ന് വെച്ചാൽ വീട്ടിൽ മാത്രമല്ല, പിന്നെ പല ഇവിടെ ചുറ്റുഭാഗത്ത് വേറെ ഭാഗത്ത് മാഷ് കൃഷി ചെയ്യുന്നുണ്ട്. ഇതേപോലെ അതിപ്പോൾ ഇത് ലാഭം എന്നുള്ളത് മാത്രമല്ല, വലിയ ലാഭം എന്ന് പറഞ്ഞാൽ അവനത് തന്നെ മെനക്കെടണം. പക്ഷെ അവനാ മെനക്കെടാരും തയ്യാറാവില്ല. അപ്പോൾ മാഷ് സ്വന്തമായിട്ടൊരു മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിന് മുണ്ടുമാറ്റി ഇറങ്ങാൻ തയ്യാറുള്ള ഒരു അധ്യാപകനാണ്. അതിന് യാതൊരുവിധ മടിയും അദ്ദേഹം കാണിക്കാറില്ല. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ലഭിക്കുന്നതിനായി വെർട്ടിക്കൽ രീതിയിൽ കൃഷി ചെയ്യാമെന്നും അദ്ദേഹം കാണിച്ചു തരുന്നു. വെർട്ടിക്കൽ സ്റ്റൈലിലുള്ള പച്ചക്കറി തോട്ടാണ്, പുതിയൊരു രീതിയാണിത്. ഇത് ഞാൻ ഈ ലാൻഡ്സ്കേപ്പിംഗിൻ്റെ ഭാഗമായിട്ട് തന്നെ പലർക്കും പിന്നെ അടുത്ത വീട് കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ, വീടും ചുറ്റുപാടും അടുത്ത വീട്ടിലേക്ക് വരുന്ന വലിയ മതിൽ കുത്താല ക്യാഷൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ വെർട്ടിക്കൽ സ്റ്റൈലിൽ പച്ചക്കറി ഉണ്ടാക്കിയാൽ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറയായി നമുക്ക് അത്യാവശ്യം വേണ്ട പാവല്, ക്രീപ്പർ ഐറ്റംസൊക്കെ, പിന്നെ പടലവൻ, അന്നമാതിരി പിന്നെ നമ്മളെ പിന്നെ എന്താണ് പയറുകൾ, അമരകൾ, പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളരി വർഗ്ഗങ്ങൾ കയറ്റാം. ഇത് എല്ലാവർക്കും ഏത് സ്ഥല പരിമിതി ഉള്ളവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു തോട്ടം. സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. പച്ചക്കറികൾ ജൈവ രീതിയിൽ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നത് പോലെ ജൈവ രീതിയിൽ മത്സ്യങ്ങളെയും വളർത്തി വരുന്നു. ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ ചെറു വെള്ളച്ചാട്ടവും ആരെയും ആകർഷിക്കുന്നതാണ്. ഒഴുകിവരുന്ന വെള്ളം കൃഷിക്കായി പുനരുപയോഗം ചെയ്യുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു വരുന്നു.
അദ്ദേഹത്തിൻ്റെ ഈ കൃഷിമേഖലയിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു 3-4 ഏക്കർ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തോടു കൂടി അദ്ദേഹം നിർദ്ദേശിച്ച ഫലവൃക്ഷങ്ങൾ പലതും നട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6 വർഷം മുമ്പാണ് അത് ചെയ്തത്. അതിൽ പലതും ഇന്നും കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റംബുട്ടാന്, അതുപോലെ തന്നെ മൂസമ്പി, വിവിധ തരം മാവുകൾ, അങ്ങനെ പലതിനും പേര് പോലും എനിക്കറിയില്ല. എന്തായാലും പലതും വളരെ നല്ല രീതിയിൽ വളർന്നു വരികയും മൂസമ്പിയൊക്കെ ഏതാണ്ട് ഒരു ചാക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്ന ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്ക് നല്ല രീതിയിൽ അതിനെ പരിപോഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും എല്ലാ ഫലവൃക്ഷങ്ങളും ഇവിടെ കായ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. നഴ്സറി തുടങ്ങാൻ മാതൃവൃക്ഷങ്ങളുടെയും മറ്റു ചെടികളുടെയും അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ആവശ്യക്കാർക്കായി സ്വദേശികളും വിദേശികളുമായ ധാരാളം ചെടികൾ ഉൾപ്പെടുത്തിയ നഴ്സറിയും നടത്തിവരുന്നു. തളിർ അഗ്രികൾച്ചർ ഫാം തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 വർഷമായി. ഈ 15 വർഷത്തിനിടയിൽ ഒട്ടനവധി ഡെക്കറേഷൻ പ്ലാന്റ്സ്, പൂക്കൾ, ഫ്ലവറിങ് പ്ലാന്റ്സ്, അതേപോലെ ഫ്രൂട്ട്സ്, എല്ലാ കളക്ഷനും എൻ്റെ അടുത്തുണ്ട്. ഈ വിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ ഒരു തെയ്യം കൊണ്ട് വെക്കുമ്പോൾ അയാൾക്ക് പിന്നെ നല്ലൊരു കായബലമുള്ള കിട്ടണം. അപ്പോൾ വിത്ത് ഗുണനിലവാരമുള്ള പ്ലാന്റുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ അത് പാവുന്നിടത്ത് പോയി, അല്ലെങ്കിൽ സീഡ് കളക്ട് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായി തെങ്ങിൻ തൈയും പിന്നെ കഴുങ്ങും തൈയും ചെയ്തിട്ടാണ്. എല്ലാവിധ ഫ്രൂട്ട്സ് ചെടികൾ മേടിക്കാനും നമ്മുടെ നഴ്സറിയിൽ വരുന്നുണ്ട്. ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്. മലേഷ്യൻ ഫ്രൂട്ട്സുകളും സാധാരണ പേര, സപ്പോട്ട, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സംസ്ഥാന കാർഷിക മേളയിൽ അബൂബക്കർ മാസ്റ്ററുടെ വീടും പരിസരവും കേന്ദ്രമാക്കി തയ്യാറാക്കിയ പ്രകൃതിക്ക് അനുയോജ്യമായി വീടൊരുങ്ങുന്നതെങ്ങനെ എന്ന ഡോക്യുമെന്ററിക്ക് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. എൻ്റെ അധ്യാപകനായിരുന്നു അബൂബക്കർ മാഷ്. കൃഷിയെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാലും അപ്പം അതിന് ഉത്തരം പറഞ്ഞൊരു മാഷ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഓരോ പരിപാടിക്കും അതിനൊക്കെ സമ്മാനം ലഭിച്ചിരുന്നത്. ഞാൻ കൃഷിനെ സംബന്ധിച്ച് കുറേ മത്സരങ്ങൾ പോയിട്ടുണ്ട്. അതിനൊക്കെ മാഷിന്റെ ഒപ്പം നിന്നിരുന്നു. കോവിഡ്-19 ലോകത്തെ ആകെ മാറ്റിമറിക്കുകയാണ്. നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായവ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് ഇന്ന് നമ്മൾ ഒരുപാട് മാറി. ഈ സാഹചര്യത്തിൽ കോവിഡ്-19 മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് തൊഴിൽ, ഭക്ഷണം എന്നിവയിലെല്ലാം സുരക്ഷിതരാകാൻ കൃഷിയിലേക്ക് തന്നെ പോകുന്നതിനെക്കുറിച്ചാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ശത്രുവല്ല, മിത്രമാണ് എന്ന ചിന്തയോടെ ജൈവ കൃഷി ഒരു ജീവിത ശൈലിയും സംസ്കാരവുമാണെന്ന് മനസ്സിലാക്കി മണ്ണിലല്ല മറിച്ച് മനസ്സിലാണ് കൃഷി ജനിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന അബൂബക്കർ മാസ്റ്റർ. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്,
തിരുവനന്തപുരം 695043. ഫോൺ 0471 2731 ഇമെയിൽ ddkrishitvom@gmail.com. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं। अब कैसी भी आपदा हमारी फसल पे आ जाए, क्षति होने पर हमारे दावों का उचित भुगतान मिलता है, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी किया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। प्रकृति गजब की ताकत है इसमें। बारिश की रिमझिम फुहारों को ही लीजिए। जब सही समय पर मिट्टी पर गिरें तो खेतों में किसान की मेहनत रंग लाती है। लेकिन वही बारिश बेमौसम हो जाए तो फिर तबाही का मंजर दिखाती है। लेकिन क्यों रहे किसान के घर की खुशियां प्रकृति पर निर्भर, जब बन सकता है वो आत्मनिर्भर। किसानों को प्राकृतिक आपदाओं की वजह से फसली नुकसान होने की स्थिति को ध्यान में रखते हुए भारत सरकार ने 2016 में प्रधानमंत्री फसल बीमा योजना की घोषणा की। इस बीमा योजना का उद्देश्य विभिन्न प्रकार की प्राकृतिक आपदाओं जैसे ओले गिरना, जल भराव, बाढ़ का आना, बादल फटना, प्राकृतिक रूप से आग लग जाना, भूस्खलन, चक्रवाती तूफान, बेमौसम बारिश, फसल की बीमारियां, आकाशीय बिजली, कीटों के हमले वगैरह से होने वाले नुकसान की स्थिति में किसानों को वित्तीय सहायता प्रदान करना है। इस बीमा योजना के अंतर्गत फसल की विभिन्न अवस्थाओं को शामिल किया गया है, यानी पूरे फसल चक्र का सुरक्षा कवच। जिस दिन फसल काटकर खेत में सुखाने के लिए फैलाई, उसके अगले ही दिन मूसलाधार बारिश हो गई।
सारी उपज बर्बाद हो गई। लेकिन ये तो अच्छा था कि मैंने फसल का बीमा करा रखा था, मैं नुकसान से बच गया और क्लेम की रकम भी मुझे आसानी से मिल गई। सारा भुगतान मेरे बैंक अकाउंट में हो गया। प्रधानमंत्री फसल बीमा योजना बहुत ही लाभकारी है और इसकी प्रक्रिया बहुत ही सरल है। पहली बात तो ये समझिए कि अगर आप अधिसूचित फसलों की खेती करने वाले किसान हैं, तो आप फसल बीमा के लिए पात्र हैं। इसमें काश्तकार किसान और बटाईदार सहित सभी किसान शामिल हैं। अनाज, दलहन, तिलहन और कुछ वार्षिक वाणिज्यिक फसलों को PMFBY के अंतर्गत कवर किया जाता है। ये दुनिया की तीसरी सबसे बड़ी और कामयाब फसल बीमा योजना है। केंद्र सरकार और राज्य सरकारों के अलावा 18 बीमा कंपनियां, 540 बैंक तथा 45,000 जन सेवा केंद्र प्रधानमंत्री फसल बीमा योजना को किसानों तक पहुंचाने में कार्यरत हैं। इस योजना में प्रीमियम कम होने के कारण सभी स्तर के किसान इसका लाभ ले सकते हैं। खरीफ फसलों के लिए बीमित राशि का 2% प्रीमियम, रबी फसलों के लिए बीमित राशि का 1.5% प्रीमियम और बागवानी एवं वाणिज्यिक फसलों के लिए 5% प्रीमियम है। किसानों के लिए ये योजना कितनी लाभदायक है, इस बात का अंदाजा इससे ही लगाया जा सकता है कि 2016 में योजना की शुरुआत के बाद पहले 3 सालों में किसानों ने प्रीमियम के रूप में 13,000 करोड़ रुपए का भुगतान किया, जबकि अब तक फसलों के नुकसान के क्लेम के रूप में उन्हें 60,000 करोड़ रुपए मिल चुके हैं। यानी जमा राशि के मुकाबले 4.5 गुना अधिक राशि दावों के रूप में प्राप्त हो चुकी है। अब तक हर साल खरीफ और रबी के मौसम के दौरान 5 करोड़ से भी अधिक किसान इस योजना से जुड़े हैं। 2020 के लिए बीमा कराने की प्रक्रिया शुरू हो चुकी है। पंजीकरण की कट ऑफ तिथि हर राज्य में अलग अलग तय होती है। अपने क्षेत्रों या गांवों की अधिसूचित फसलों की सूची, बीमित राशि एवं कट ऑफ तिथि की अधिक जानकारी के लिए आप निकटतम कृषि अधिकारी, जन सेवा केंद्र एवं बीमा कंपनी के प्रतिनिधि से संपर्क करें। www.pmfby.gov.in पर लॉगिन करके या फसल बीमा ऐप क्रॉप इंश्योरेंस ऐप का उपयोग करके अपनी फसल के नामांकन के लिए आवेदन किया जा सकता है। नामांकन के लिए इन दस्तावेजों की जरूरत होती है: नवीनतम आधार कार्ड, मोबाइल नंबर, बैंक खाता विवरण, भू अभिलेख दस्तावेज जिसमें जमीन के कागजात और राज्य सरकार द्वारा निर्देशित कोई भी अन्य दस्तावेज। कैसे मिलेगा फसल नुकसान होने पर दावे का भुगतान? PMFBY योजना में बीजों की बुआई से लेकर फसल कटाई के बाद सुखाने के उद्देश्य से खेतों में 14 दिनों तक फैलाई जाने वाली फसलों के पूरे फसल चक्र के दौरान जोखिम के कवर को प्रदान करता है। स्थानीय आपदा के कारण या अगर फसल कटाई के बाद बीमित फसलों को प्राकृतिक आपदा से नुकसान होता है, तो बीमित किसान को 72 घंटे के भीतर इसकी सूचना बीमा कंपनी, बैंक या फिर राज्य सरकार के अधिकारियों या बीमा कंपनी के टोल फ्री नंबर पर देना आवश्यक है। जोखिमों में उपज हानि का आकलन फसल कटाई प्रयोगों के आधार पर किया जाता है। आपदा के कारण हुए नुकसान पर किसान को बीमा कंपनी द्वारा क्लेम राशि का उचित भुगतान मिलता है। क्लेम राशि का भुगतान सीधे किसान के बैंक खाते में किया जाता है। शिकायत निवारण के लिए किसान बीमा कंपनी, निकटतम बैंक शाखा या ब्लॉक या जिला कृषि कार्यालय में संपर्क कर सकते हैं। वो अपनी शिकायतों के लिए जिला और राज्य स्तरीय शिकायत निवारण समिति तक भी पहुंच सकते हैं। दरअसल पहले सभी ऋणी किसान जो बैंकों या वित्तीय संस्थानों से मौसमी कृषि ऋण या KCC का लाभ उठा रहे थे, उन्हें अनिवार्य रूप से इस योजना में शामिल किया जाता था। लेकिन फरवरी 2020 में किसानों के हित में नामांकन प्रक्रिया में एक बड़ा बदलाव करते हुए अब इस योजना को सभी किसानों के लिए स्वैच्छिक कर दिया गया है। प्रधानमंत्री फसल बीमा योजना किसानों को उनकी मेहनत से उगाई फसल को सुरक्षित करके देश को आत्मनिर्भर बनाने की दिशा में अहम कदम साबित हो रही है। जब किसान बढ़ेगा प्रकृति निर्भरता से आत्मनिर्भरता की ओर, तभी तो बनता है आत्मनिर्भर राष्ट्र।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിജീവനം കൃഷിയിലൂടെ സാധ്യമാക്കണം മുഖ്യമന്ത്രി. വിള ഇൻഷുറൻസിനും പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിനും വെബ് പോർട്ടൽ. റോയ്സ് സെലക്ഷൻ കാപ്പിയുടെ ഇടവിള കൃഷി ആരംഭിച്ചു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ചിങ്ങം 1 കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വ്യാപനത്തിനായി ബ്ലോക്ക് തലത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് രൂപീകൃതമാകുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് കാർഷിക വിജ്ഞാന വ്യാപനത്തിനായി ബ്ലോക്ക് തലത്തിൽ സ്ഥിരം സംവിധാനം ആരംഭിക്കുന്നത്. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചേ മതിയാകും. കാർഷിക വൃത്തിയിലൂടെ അതിജീവനം പൂർണ്ണമായും സാധ്യമാക്കിയെടുക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ചിങ്ങം 1 സംസ്ഥാന കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലുമായി ആരംഭിക്കുന്ന ബ്ലോക്ക് തല കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങളുടെയും കർഷകർക്കായുള്ള മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവയുടെയും ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം 14,000 സംയോജിത കൃഷി യൂണിറ്റുകളാണ് ആരംഭിക്കുന്നത്. അതോടൊപ്പം വർഷം മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്യാൻ 1000 മഴമറകളും സംസ്ഥാനത്ത് ഈ വർഷം പൂർത്തീകരിക്കും. മത്സ്യകൃഷി, കന്നുകാലി വളർത്തൽ, കോഴി, താറാവ് വളർത്തൽ തുടങ്ങിയ കാർഷിക അനുബന്ധ മേഖലകളിലും പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. 3160 കോടി രൂപയാണ് സുഭിക്ഷ കേരളം സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായി ഈ വർഷം വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് മാത്രമായി 1450 കോടി രൂപ ചെലവഴിക്കും. തൃശൂരിലെ ഒല്ലൂക്കര ബ്ലോക്കിൽ വെച്ചാണ് സംസ്ഥാന കർഷക ദിനാചരണത്തിന്റെയും ബ്ലോക്ക് തല കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ കാർഷികോൽപാദന കമ്മീഷണർ ഇഷിത റോയ് IAS പദ്ധതി വിശദീകരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, കൃഷിമന്ത്രി VS സുനിൽകുമാർ, തൃശൂർ MP TN പ്രതാപൻ, തൃശൂർ മേയർ അജിത ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ R ചന്ദ്രബാബു, കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ K വാസുകി IAS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോവിഡ് മഹാമാരി മൂലം ഉണ്ടായിട്ടുള്ള കാർഷിക വെല്ലുവിളികൾ നേരിടുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സംയോജിത കാർഷിക പുനർജീവന പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഈ പദ്ധതിയുടെ ഭാഗമായി പ്രകൃതിക്ഷോഭം മൂലവും കാട്ടുതീ, വന്യമൃഗങ്ങളുടെ ആക്രമണം മുതലായ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുമുള്ള കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ IT അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നു. സേവനങ്ങൾ ഫലപ്രദമായും സമയബന്ധിതമായും സുതാര്യമായും കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് AIMS എന്ന സംയോജിത കർഷക സേവന പോർട്ടൽ അവതരിപ്പിച്ചത്. ഈ പോർട്ടലിന്റെ ഭാഗമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയുമായും സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുമായും ബന്ധപ്പെട്ട സേവനങ്ങൾ കർഷകർക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ വെബ് പോർട്ടലും മൊബൈൽ ആപ്പും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പോർട്ടലിന്റെ വിലാസം www.aims.kerala.gov.in. ഫോൺ നമ്പർ 047123039990 047123039912. ഇമെയിൽ വിലാസം aimsagrikerala@gmail.com. COVID-19 രോഗവ്യാപന കാലത്ത് കൃഷിയിലൂടെ അതിജീവനം കണ്ടെത്തുന്ന EN ബൈജു എന്ന യുവ കർഷകൻ. കൊല്ലം ജില്ലയിലെ നിലമേൽ കൃഷിഭവൻ പരിധിയിലുള്ള ബൈജുവിന്റെ കൃഷിയിടം വാഴ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ വിളകൾ, മത്സ്യം എന്നിവയുടെ കൃഷികളാൽ സമൃദ്ധിയുടെ കാഴ്ചകൾ ഒരുക്കുന്നു. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി റബ്ബറിനോടൊപ്പം സംയോജിപ്പിച്ച് കൃഷി ചെയ്യാവുന്ന റോയ്സ് സെലക്ഷൻ ഇനം കാപ്പി ഹെക്ടറിൽ 4500 എന്ന കണക്കിൽ അച്ചൻകോവിലിനടുത്തുള്ള ചെരുപ്പിട്ടകാവ് എസ്റ്റേറ്റിൽ കൃഷി ആരംഭിച്ചു. സർക്കാർ നിർദ്ദേശാനുസരണം റോയ്സ് സെലക്ഷൻ എന്ന ഇനം 1 ഹെക്ടറിലും കോഫി ബോർഡിന്റെ ഇനം 1 ഹെക്ടറിലും പരീക്ഷണ അടിസ്ഥാനത്തിൽ റബ്ബറിന് ഇടവിളയായി കൃഷി ചെയ്യും. ഇടവിള കൃഷിയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. റബ്ബർ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള ചെറുകിട വൻകിട കർഷകർക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇത്തരത്തിൽ റോയ്സ് സെലക്ഷന്റെ കൃഷി ആരംഭിക്കാവുന്ന രീതിയിലാണ്
പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്റർ ആഗസ്റ്റ് 20 രാവിലെ 10 മണി മുതൽ 12 മണി വരെ കർഷകർക്കായി ഓമന പക്ഷികളുടെ പരിപാലനം എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലനം നൽകുന്നു. മൃഗസംരക്ഷണ വകുപ്പിലെ സീനിയർ വെറ്റിനറി സർജനാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കുടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററുമായി ബന്ധപ്പെടുക. മണ്ണ് ഉപയോഗിക്കാതെ പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ കഴിയുന്ന നൂതന കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സ് വിഷയത്തെക്കുറിച്ച് 5 ദിവസത്തെ പരിശീലന പരിപാടി ആഗസ്റ്റ് 24 മുതൽ 28 വരെ തൃശൂർ വെള്ളാനിക്കരയിലെ ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റിൽ നടത്തുന്നു. വിവിധതരം ഹൈഡ്രോപോണിക്സ് സിസ്റ്റം രൂപകൽപ്പനകൾ, പ്രവർത്തന ഉപയോഗ പരിപാലന രീതികൾ, രോഗ കീടനിയന്ത്രണം, വിളകളുടെ പരിപാലനം എന്നിവയെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 0487296079 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം പോത്തൻകോട് മണിമേടയിൽ ചന്ദ്രികാ രാജന്റെ മട്ടുപ്പാവ് കൃഷി വേറിട്ട കാഴ്ചകൾ ഒരുക്കുന്നു. സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി, പെരുംജീരകം, വിവിധ വിളകളുടെ ജൈവ കൃഷിരീതികൾ, ശീതകാല പച്ചക്കറികളും വേനൽക്കാല പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. ചന്ദ്രികാ രാജേന്ദ്രന്റെ മട്ടുപ്പാവ് കൃഷിയെക്കുറിച്ച് തയ്യാറാക്കിയ കാർഷിക സമൃദ്ധിയുടെ ചന്ദ്രികാഭ എന്ന പരിപാടി നാളെ വൈകുന്നേരം 6:10 കൃഷി ദർശനിൽ സംപ്രേക്ഷണം ചെയ്യും. പുനഃസംപ്രേക്ഷണം അടുത്ത ദിവസം രാവിലെ 4:30-ക്കും 7 മണിക്കും 11:30-നും ഉണ്ടാകും. കമ്പോള അവലോകനം. ഓണ വിൽപ്പന മുന്നിൽ കണ്ട് പ്രാദേശിക വ്യാപാരികൾ വെളിച്ചെണ്ണയിൽ താൽപര്യം കാണിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വൻകിട മില്ലുകാർ. അയൽ സംസ്ഥാനങ്ങൾ എണ്ണ വിൽപ്പനയ്ക്ക് തിടുക്കം കാണിച്ചതിനാൽ തമിഴ്നാട്ടിൽ ഇന്ന് നിരക്ക് കുറഞ്ഞു. കാങ്കയത്തെ മില്ലുകാരിൽ ഉടലെടുത്ത വിൽപ്പന സമ്മർദ്ദം മൂലം കൊപ്രയ്ക്കും തിരിച്ചടി നേരിട്ടു. കൊച്ചിയിലെ വെളിച്ചെണ്ണ വിപണി സ്റ്റഡിയായി നിലകൊണ്ടു. ലേല കേന്ദ്രങ്ങളിൽ ഏലക്ക വരവ് 1/2 ലക്ഷം കിലോയ്ക്ക് മുകളിലാണെങ്കിലും വാങ്ങൽ താൽപര്യം ചുരുങ്ങിയത് വിലക്കയറ്റത്തിന് തടസ്സമായി. ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 2480 രൂപയിൽ കൈമാറി. മൊത്തം 73,347 കിലോഗ്രാം ഏലക്കയുടെ ലേലം നടന്നു. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളകിൽ പിടിമുറുക്കി. ഉത്സവ ദിനങ്ങൾ അടുത്തിട്ടും കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് വരവ് ചുരുങ്ങിയത് ഉത്തരേന്ത്യക്കാർ അൺഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 317 രൂപയായി ഉയർത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.6, 24.2. കൊച്ചി 30, 24.2. ആലപ്പുഴ 31.1, 25.5. പുനലൂർ 31.6, 23. തിരുവനന്തപുരം കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. भारत सरकार ने देश के करोड़ों किसानों की आजीविका को सुरक्षित कर उनके जीवन को खुशहाल बनाने के लिए सुरक्षा कवच के रूप में प्रधानमंत्री फसल बीमा योजना का उपहार दिया। ये कल्याणकारी योजना प्राकृतिक आपदाओं से फसल का नुकसान होने पर किसानों को उचित मुआवजा देकर उनकी आजीविका सुरक्षित करती है। किसान भाइयों और बहनों, आज पूरा देश कोरोना जैसी महामारी के दौर से गुजर रहा है। इस कठिन समय में भी आप बिना रुके, बिना थके लगातार अपने खेतों में पसीना बहा रहे हैं। आपकी कड़ी मेहनत से आज देश अनाज उत्पादन में आत्मनिर्भर हो गया है और आगे भी बना रहेगा, ऐसा मुझे पूरा विश्वास है। किसान भाइयों और बहनों, भारत सरकार ने किसानों के व्यापक हित को ध्यान में रखते हुए एवं प्राकृतिक आपदाओं से फसल की क्षतिपूर्ति हेतु वर्ष 2016 से महत्वाकांक्षी प्रधानमंत्री फसल बीमा योजना आरंभ की थी। सरकार की विकास नीति एवं इस योजना के सफल कार्यान्वयन हेतु हमने समय समय पर इसमें उचित बदलाव भी किए हैं। किसान बहुत ही कम प्रीमियम पर अपनी फसल का बीमा कर सकते हैं, जहां प्रीमियम का शेष हिस्सा भारत सरकार प्रदान करती है और राज्य सरकारें भी इसमें योगदान करती हैं। खरीफ 2020 सीजन से इस योजना से जुड़ना सभी किसानों के लिए स्वैच्छिक कर दिया गया है।
आप प्रधानमंत्री फसल बीमा योजना से जुड़ेंगे तो संकट काल में यह योजना आपके लिए वरदान एवं सुरक्षा कवच के रूप में काम करेगी। भाइयों और बहनों, लॉकडाउन के दौरान इस योजना के अंतर्गत लगभग 8,090 करोड़ रुपयों से अधिक के दावों का भुगतान कर दिया गया है। वर्ष 2016 में यह योजना आरंभ हुई थी। इसके बाद 3 वर्षों में किसानों ने प्रीमियम के रूप में लगभग 13,000 करोड़ रुपया जमा किया, लेकिन जब प्राकृतिक आपदाओं के कारण उनकी फसलें बर्बाद हुईं तो उन्हें प्रीमियम से लगभग 4.5 गुनी राशि लगभग 64,000 करोड़ रुपए मुआवजे के तौर पर प्राप्त हुई। इससे उनकी आजीविका सुरक्षित बनी रही। किसान भाइयों और बहनों, यदि ऋणी किसान बीमा योजना का लाभ उठाना नहीं चाहता तो उसे कट ऑफ तारीख से कम 7 दिन पहले संबंधित बैंक शाखा जिससे उसने फसली ऋण लिया है में अपना आवेदन दाखिल कर देना चाहिए। भारत सरकार ने यह कदम कई कृषक समूहों की मांग और उनकी सलाह पर उठाया है, क्योंकि हम सबका साथ, सबका विकास और सबका विश्वास की नीति पर चलते हैं। इस बदलाव के बावजूद प्रीमियम की हिस्सेदारी में कोई बदलाव नहीं किया गया, वह पहले जैसी ही है, यानी सभी खरीफ फसलों के लिए अधिकतम 2%, सभी रबी फसलों के लिए 1.5% और व्यावसायिक तथा बागवानी फसलों के लिए अधिकतम 5% है। एक अन्य बड़ा बदलाव करते हुए अब बीमा कंपनियों को उनसे संबंधित राज्यों में 3 वर्ष के लिए व्यवसाय आवंटित करने का अधिकार दिया गया है। इससे अब बीमा योजना का लाभ दूर दराज के गांवों तक पहुंचने में मदद मिलेगी और बीमा कंपनियां किसानों की सेवा बेहतर रूप से कर सकेंगी और दावों के निपटान में भी शीघ्रता लाई जा सकेगी। भाइयों और बहनों, हमने ऐसी व्यवस्था की है कि अब प्रीमियम सब्सिडी में राज्यों की हिस्सेदारी और फसल कटाई से संबंधित आंकड़े शीघ्रता से जारी हो जाएं। दावों के शीघ्र भुगतान में यह एक मुख्य बाधा थी जो अब दूर कर दी गई है। अब दावों को लटकाने भटकाने की गुंजाइश नहीं है। हम शीघ्र भुगतान, किसान का कल्याण के रास्ते पर आगे बढ़ चले हैं। इसी क्रम में भारत सरकार ने राज्यों और केंद्र शासित प्रदेशों को और अधिकार देकर बीमा योजना को लचीला बना दिया है। अब वे अपनी स्थानीय आवश्यकताओं के अनुसार आपदाओं को शामिल कर सकते हैं। उनके पास आपदाओं को चुनने का विकल्प उपस्थित है। किसान भाइयों और बहनों, मैं आपको विश्वास दिलाना चाहता हूं, माननीय प्रधानमंत्री जी के नेतृत्व में भारत सरकार आपकी समृद्धि के रास्ते में आने वाली हर बाधा को दूर करने के लिए प्रतिबद्ध है। हमने प्रधानमंत्री फसल बीमा योजना को स्वैच्छिक अवश्य कर दिया है, परंतु अपनी भलाई, अपने कल्याण और अपनी आजीविका की सुरक्षा के लिए इसे आप जरूर अपनाएं। इस योजना में पंजीकरण के लिए ऋणी किसान सेवारत बैंक शाखा में जा सकते हैं, जहां से उन्होंने केसीसी कृषि ऋण लिया है। कॉमन सर्विस सेंटर क्षेत्र में काम करने वाली बीमा कंपनियों के प्रतिनिधि या स्थानीय कृषि कार्यालय से भी संपर्क कर सकते हैं। फसल बीमा पोर्टल www.pmfby.gov.in एवं फसल बीमा ऐप के माध्यम से भी पंजीकरण किया जा सकता है। खुशहाल किसान ही समृद्ध भारत की बुनियाद है। इसी भाव के साथ मैं आपके परिवार, खेत खलिहान एवं पंचायत के हर नागरिक की खुशहाली की कामना करता हूं। जय हिंद, जय भारत, जय किसान। किसानों की खुशहाली और समृद्धि का संकल्प कर रहा है सच प्रधानमंत्री फसल बीमा योजना का सुरक्षा कवच। Mission Organic Value Chain Development for Northeastern Region has equipped farmers with organic ability, and organic compost resulted in high soil fertility. Quality seeds and planting material ensured a healthy organic crop. On and off farm input assistance brought excessive use of pesticides to a stop. बीज वगैरह हमको MOBCD हमको लाके देता है। Formation of FPOs and FPCs added ease to business. 14 देवता कंपनी खुला
उसी कंपनी से गाड़ी लेकर आता है गांव तक, बहुत दिक्कत कमती हो गया। Come and be a part of a movement that has brought 1 lakh hectares of land under organic cultivation, through which farmers are tasting sweetness of success. Mission Organic Value Chain Development for Northeastern Region. Farmer happy, people healthy. भारत एक कृषि प्रधान देश है। भारतीय अर्थव्यवस्था में कृषि एक मुख्य स्तंभ की तरह है और हमारे किसान अन्नदाता। लेकिन कभी कभी प्रकृति के सख्त तेवर के कारण हमारे किसानों को उचित कृषि उत्पाद हासिल नहीं हो पाता। ऐसी स्थिति में उन्हें सुरक्षित रखने के लिए प्रधानमंत्री फसल बीमा योजना प्रदान की गई है। प्रधानमंत्री फसल बीमा योजना को किसानों तक पहुंचाना और उन्हें लाभान्वित करने का काम बैंक और राज्य स्तरीय बैंकर समितियां यानी SLBC की हैं। इनमें सार्वजनिक और निजी वाणिज्यिक बैंक के अलावा क्षेत्रीय, ग्रामीण, सहकारी बैंक के साथ साथ कई प्राथमिक कृषि सहकारी ऋण समितियों को भी शामिल किया गया है। इस योजना का लाभ उठाने के लिए किसानों का नामांकन जरूरी है। इस समय 540 बैंक की 1.5 लाख शाखा के द्वारा किसानों का नामांकन किया जा रहा है। प्रधानमंत्री फसल बीमा योजना एक कारगर उपाय है। ये हमारे लिए सुरक्षा कवच की तरह है। फसल अगर बर्बाद भी हुई तो भी हमें मुआवजा मिल जाता है। जमीनी स्तर पर की गई समीक्षा और अध्ययन के आधार पर कृषि मंत्रालय भारत सरकार की योजना प्रधानमंत्री फसल बीमा योजना में कई बदलाव किए गए हैं। इस बदलाव के कारण किसानों की समस्याओं का निदान कर उन्हें और सशक्त बनाया जा सकेगा। इसके अलावा SLBC और बैंकों के कार्यों और भूमिकाओं को और अधिक विस्तृत किया गया है। इसके अंतर्गत प्रधानमंत्री फसल बीमा योजना में किसानों का नामांकन अब उनकी इच्छा पर निर्भर है। वो नामांकन के लिए स्वतंत्र हैं। योजना के बेहतर कार्यान्वयन के लिए बैंकों के कार्यों में किसान अकाउंट के दावे का निपटान, ऋणी किसानों का प्रीमियम काटना और गैर ऋणी किसानों से प्रीमियम जमा करवाकर बीमा कंपनी को भेजना, राष्ट्रीय फसल बीमा पोर्टल पर किसानों के विवरण की अपलोडिंग, फसल हानि की समीक्षा को सुनिश्चित करना और किसानों की फसल हानि की सूचना बीमा कंपनी तक पहुंचाने का काम भी बैंकों के द्वारा ही किया जाएगा। इसी प्रकार योजना को क्रियान्वित करने वाले बैंक योजना से संबंधित विशेष जागरूकता अभियान को समय समय पर ऋणी और गैर ऋणी किसानों के लिए आयोजित करेंगे। ऋणी किसानों को योजना में भाग लेने के लिए उन्हें कॉल या SMS के द्वारा भी संपर्क और सूचित किया जाएगा। नामांकन की सुविधा के लिए जन धन खाता या बचत खाते का होना जरूरी है। गैर ऋणी किसानों का बैंक में खाता मौजूद नहीं है तो पहले उनका बचत खाता खोलकर सभी सुविधाएं दी जाएंगी। बैंक की शाखाओं को घोषणा पत्र की हार्ड और सॉफ्ट कॉपी को भविष्य में पत्राचार के लिए संभाल कर रखना होगा और उसकी एक कॉपी या एक्नॉलेजमेंट किसान के हवाले किया जाएगा। नामांकन के लिए कट ऑफ डेट से 2 दिन पहले तक बीमा के लिए फसल का नाम बदलने का प्रावधान होगा। बैंक की शाखाएं नेशनल क्रॉप इंश्योरेंस पोर्टल पर सभी विवरण भी दर्ज करेंगी। सभी किसानों और विशेष ऋणी किसानों के आधार नंबर को जांचकर बैंक द्वारा अपडेट किया जाएगा। राज्य और जिला अधिकारी संबंधित एजेंसी और बीमा कंपनी के समक्ष किसानों को शिकायतों की सुविधा प्रदान करने का काम भी बैंकों के द्वारा किया जाएगा। SLBC बैंकों के लिए स्थापित एक शीर्ष संस्था है। यह संस्था राज्य सरकार और भारत सरकार के साथ समन्वय स्थापित कर सदस्य बैंकों के द्वारा प्रधानमंत्री फसल बीमा योजना को क्रियान्वित कर भारत के किसानों को सशक्त करने का काम कर रही है और उसका सीधा लाभ हमारे देश के किसानों तक पहुंचाया जा रहा है। सशक्त किसान, देश की शान।